നമസ്കാരം. നിങ്ങളുടെ കുട്ടി സ്ഥിരമായി ഓൺലൈൻ ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുകയോ ചെയ്യുന്ന ഒരു കുട്ടിയാണോ എങ്കിൽ ഈ ഇൻഫർമേഷൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ 764 എന്നൊരു ഗ്രൂപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ആക്റ്റീവായിരിക്കുന്ന കുട്ടികളെയാണ് ഈ ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്യുന്നത്. ആദ്യം വളരെ സ്നേഹപൂർവ്വം അനുഭാവപൂർവ്വം ഈ കുട്ടികളുമായി ഇവർ അടുത്തിടപഴകുന്നു, കുട്ടികളോട് ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു. പ്രത്യേകിച്ചും ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത്, സുഹൃത്തുക്കൾ കുറവുള്ള അങ്ങനെയൊക്കെയുള്ള കുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നീട് അവർ നിങ്ങളുടെ കുട്ടികളെ സോഷ്യൽ മീഡിയയുടെ ഇരുണ്ട വശങ്ങളിലേക്ക്, ഡാർക്ക് സൈഡിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇവരുടെ ഉദ്ദേശവും ഇവരുടെ പ്ലാനും. 764 എന്നത് ഒരു ഓൺലൈൻ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പാണ്. ഇത് ഗ്രൂപ്പ് ചാറ്റുകളിൽ, ഓൺലൈൻ ഗെയിമുകളിൽ, സോഷ്യൽ സെർവറുകളിൽ, അതുപോലെ പല ആപ്പുകളിലും നിങ്ങളുടെ കുട്ടികളെ ചൂണ്ടയിടും. കുട്ടികളുമായി അടുപ്പം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്യുക കുട്ടികളെ രക്ഷിതാക്കളിൽ നിന്നും, പാരൻസിൽ നിന്നും മാനസികമായി അകറ്റുക എന്നതാണ്. പിന്നീട് സ്ഥിരമായ സൗഹൃദത്തിലൂടെ കുട്ടികളുടെ കഴിവുകൾ അല്ലെങ്കിൽ കഴിവുകേടുകൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനെ തന്നെ ആയുധമാക്കി അവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പതുക്കെ നേരത്തെ പറഞ്ഞ ഈ ഡാർക്ക് സൈഡ്, ആ ഡാർക്ക് കാര്യങ്ങളിലേക്ക് കുട്ടികളെ ട്രാപ്പ് ചെയ്യുകയും ഈ ട്രാപ്പിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണെന്നും ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്നും കുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യും. ഇതിനെ അവർ ഗ്രൂമിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ ചില വഴികളുണ്ട്. ഒന്ന്, നിങ്ങളുടെ കുട്ടി പെട്ടെന്ന് ഒരു ഗ്ലൂമി ക്യാരക്ടറിലേക്ക് മാറുന്നു. രണ്ട്, നിങ്ങളറിയാത്ത ഏതൊക്കെയോ പുതിയ സുഹൃത്തുക്കൾ അവനുണ്ട് എന്ന് നിങ്ങൾക്ക് പതുക്കെയെങ്കിലും മനസ്സിലാവുന്നു. മൂന്ന്, ഫോൺ അവൻ്റെ കയ്യിൽ നിന്ന് മാറിയാൽ വളരെ വൈകാരികമായും വളരെ പ്രതിഷേധാത്മകമായും വളരെ വയലൻ്റായും കുട്ടി പെരുമാറും. അവൻ്റെ ഓൺലൈൻ ഉപയോഗത്തിനിടയിൽ നിങ്ങൾ ആരെങ്കിലും കയറി ചെന്നാൽ അവനത് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് ചെറുതായൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ലക്ഷണങ്ങൾ. കുട്ടികളിലെ ഫോൺ ഉപയോഗം അവരെ എങ്ങനെ മോശക്കാരാക്കും എന്നതിനേക്കാൾ അവരുടെ സുരക്ഷയെ വല്ലാതെ ബാധിക്കുന്ന കാലമാണ് കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ട്രാപ്പിൽ നിങ്ങളുടെ കുട്ടി പെട്ടു പോയിട്ടുണ്ടെന്നിരിക്കട്ടെ, അവനെ അതിൽ